ഞങ്ങളിപ്പോൾ ക്യാമ്പിങ്ങിലെത്തി കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ഞങ്ങൾ കഴിക്കണമെന്ന് കാണിച്ചു തരാം. കടയിൽ നിന്ന് സുഷി വാങ്ങിച്ചിട്ടുണ്ട്. തൊട്ട് പുറകിൽ ക്യാമ്പിങ്, ഇവിടെ റിവർ. ഹലോ, ഇന്ന് 3ാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കേവ് കാണാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ക്യാമ്പിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 8-10 കിലോമീറ്റർ ദൂരത്താണ് ഈ കേവ്. അപ്പോൾ അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ 11 മണിക്കാണ് നമ്മൾ എടുത്തേക്കണത് അത് കാണാനായിട്ടുള്ള ടിക്കറ്റ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേവിൻ്റെ അകത്ത് ടെമ്പറേച്ചർ 15 ഡിഗ്രി ആയിരിക്കുമെന്ന്, 15 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പിനുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തോളണമെന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകം. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഈ ഫണിക്കുലർ ട്രാമിലാണ് കയറി പോകാൻ പോണ മേലെ. ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഇതിൻ്റെ അകത്ത് കൂടിയാണ് എൻട്രൻസ്. അപ്പം നേരെ നമ്മൾ ഈ ഫണിക്കുലറിൽ കയറി മേലേക്ക് പോവുകയാണ്. ഈ കാണുന്ന കേവിൻ്റെ പേര് ഗ്രോട്ട് ദേ ദുമോസിൽ എന്നാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗൈഡഡ് ടൂറാണ്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർ. ഒരു അഡൾട്ടിന് 16 യൂറോയാണ് നമ്മൾ സെലക്ട് ചെയ്ത ടൂറിനുള്ള പ്രൈസ്. ഇത് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള കേവുകളിൽ ഒന്നാണ്. ഫ്രാൻസിലെ സൗത്ത് സൈഡിലുള്ള എറോ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ കേവ് ഉള്ളത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ രീതിക്കുള്ള വഴികളും ഉണ്ട്. നമ്മുടെ കൂടെ ഗൈഡുള്ള കാരണം തന്നെ പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. ഇതൊരു ലൈം സ്റ്റോൺ കേവാണ്. വർഷങ്ങൾ കൊണ്ടുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് ഈ ഗുഹ ഈ രീതിയിലായത്. ചെറിയ ദ്വാരങ്ങളിലൂടെ വെള്ളം ഇറങ്ങി അത് ലൈം സ്റ്റോണുമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻ മൂലമാണ് ഈ കാണുന്ന രീതിയിൽ ഈ ഗുഹ രൂപപ്പെട്ടത്. ഇതുപോലെ നിഗൂഢതകൾ നിറഞ്ഞൊരു ഗുഹയെന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ കെട്ടുകഥകൾ ഉണ്ടാവുമല്ലോ. ഒരാട്ടിടയൻ തൻ്റെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഗുഹയിൽ നിന്ന് ആടിൻ്റെ കരച്ചിൽ കേൾക്കുകയും അത് അന്വേഷിക്കുന്ന സമയത്ത് ആട്ടിടയൻ കാലി തെറ്റി ഈ ഗുഹയിലേക്ക് വീഴുകയും ഉണ്ടായി. പിന്നെ കാണുന്നത് യക്ഷികൾ നൃത്തം ചെയ്യുന്നതാണ്. ആട്ടിടയന് ബോധം വരുമ്പോൾ അയാൾ ഈ ഗുഹയുടെ പുറത്ത് അയാളെ കാണാതെ പോയ ആടിൻ്റെ ഒപ്പമായിരുന്നു. ആരാണ് അയാളെ ഗുഹയുടെ പുറത്ത് കൊണ്ടുവന്നത്? ഇതാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥ. നമ്മൾ തിരഞ്ഞെടുത്തതല്ലാതെ വേറെയും തീമിലുള്ള ടൂറുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ആളുകളുടെ കയ്യിൽ വിളക്ക് മാത്രം ഉണ്ടാവുള്ളൂ. 18ാം നൂറ്റാണ്ടിൽ പര്യവേഷകർ എങ്ങനെയാണ് ഈ ഗുഹ സന്ദർശിച്ചത്, അങ്ങനെയുള്ള ടൂറുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ആക്ടിവിറ്റിയാണ് പെൻഡുലം ജമ്പ്. അതിന് വരുന്നത് ഒരു അഡൾട്ടിന് 45 യൂറോയാണ്. നമ്മൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള റോക്ക് ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വിസിറ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അടിപൊളിയാണ്, നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അതായത് ഒരു ശങ്കറിൻ്റെ സിനിമയിൽ സെറ്റിട്ട പോലത്തെ ഒരു സംഭവം. 1932 ഈ ഫണിക്കുലർ ലൈൻ പണിയുമ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് ഫണിക്കുലർ ആയിരുന്നു ഇത്. 2021 ഈ കേവ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതിൻ്റെ 90ാം വാർഷികമായിരുന്നു. ഇവിടെ ഈ ഫണിക്കുലർ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് 1932 1929 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഈ കേവ് ഇവർ മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഏകദേശം 1932 ആയപ്പോൾ ഇവർ ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഫണിക്കുലർ ട്രെയിൻ ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ ഇനി തിരിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടി, ഉച്ചകഴിഞ്ഞിട്ടുള്ള പരിപാടിയിലേക്ക് ഇറങ്ങണം. ഞങ്ങളിപ്പോൾ ക്യാമ്പിങ്ങിലെത്തി കേട്ടോ. ഇന്ന് ഉച്ചക്ക് എന്താണ് ഞങ്ങൾ കഴിക്കണമെന്ന് കാണിച്ചത്. കടയിൽ നിന്ന് സുഷി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാലഡ് ഉണ്ട്. പിന്നെ ചിക്കൻ ചൂടാക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ കഴിക്കണം. ഇപ്പോൾ കാലത്ത് ഞങ്ങൾ ആ ഗുഹയൊക്കെ കാണാൻ പോയി വന്നു കഴിഞ്ഞിട്ട്
ഭക്ഷണവും കഴിച്ച് നേരെ ക്യാമ്പിങ്ങിൻ്റെ പുറകിലുള്ള റിവറിലേക്ക് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 6 മണിയായി. ഞങ്ങൾ ഇതിൻ്റെ സൈഡിലിരിക്കുകയാണ് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട്. ഇത് നല്ല അടിപൊളി ക്യാമ്പിങ് കേട്ടോ. തൊട്ട് പുറകിൽ ക്യാമ്പിങ്, ഫ്രണ്ടിൽ റിവർ. ഫ്രണ്ടിൽ റിവറും ഉണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. കാരണം അധികം ആഴമില്ല, മുട്ടുവരെയൊക്കെ ആഴമുള്ളൂ. ചിലപ്പോൾ ഇത് സമ്മർ ടൈം ആയതുകൊണ്ടായിരിക്കാം വെള്ളം കുറവാണ്. ഇന്നലെ രാത്രി നല്ലോണം മഴ പെയ്തായിരുന്നു, നല്ല ഇടിവെട്ടും മഴയായിരുന്നു. പക്ഷേ ഇവിടെ അധികം വെള്ളം ഇല്ല. വെള്ളം പൊങ്ങാറുള്ള സ്ഥലമാണ്. കാരണം ചിലയിടത്തൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം ഈ വർഷത്തിൽ ഇത്ര വെള്ളം പൊങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇപ്പോൾ വെള്ളം കുറവാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും പിള്ളേരെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. തൊട്ട് പുറകിൽ ക്യാമ്പിങ്, ഇവിടെ റിവർ. അപ്പോൾ രാത്രിയായി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.